ഡിവൈൻ സ്പാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? തൻ്റെ ഇരുണ്ട മണിക്കൂറിൽ യേശു പറഞ്ഞ ഈ വാക്കുകൾ നൂറ്റാണ്ടുകളായി പ്രതിധ്വനിക്കുന്നു. അവ നിരാശയുടെ അഗാധമായ വേർപിരിയലിൻ്റെ നിലവിളികളാണ്. ദൈവപുത്രനു പോലും ഈ ദൂരം അനുഭവപ്പെട്ടാൽ അത് നമുക്കെന്താണ് അർത്ഥമാക്കുന്നത്? ദൈവവുമായുള്ള നമ്മുടെ സ്വന്തം ബന്ധത്തിൽ അതേ വേദനാജനകമായ ഏകാന്തത അനുഭവിക്കാൻ കഴിയുമോ? ഈ നിലവിളി കൊണ്ട് യേശു യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചത്? ബൈബിളിൽ ഉത്തരങ്ങളുണ്ട്. അത്ഭുതപ്പെടുത്തുന്ന, ഒരുപക്ഷെ നിങ്ങളുടെ ധാരണയെ മാറ്റിമറിച്ചേക്കാവുന്ന ഉത്തരങ്ങൾ. അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ഈ നിഗൂഢതയിലേക്ക് കടക്കാം. യേശുവിൻ്റെ വാക്കുകളുടെ സന്ദർഭം, മറന്നുപോയ പ്രവചനങ്ങളുടെ പ്രതിധ്വനികൾ, പാപത്തിൻ്റെ സ്വഭാവം, ത്യാഗം, ദൈവത്തിൻ്റെ അചഞ്ചലമായ പദ്ധതി എന്നിവയെക്കുറിച്ച് എല്ലാം വെളിപ്പെടുത്തുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. നാം കണ്ടെത്തുന്ന ചില ഉൾക്കാഴ്ചകൾ ചിലത് വെല്ലുവിളിയായി തോന്നിച്ചേക്കാം, മറ്റു ചിലത് അഗാധമായ പ്രതീക്ഷ നൽകിയേക്കാം. എന്നാൽ ഒരു കാര്യം തീർച്ചയാണ്, നിങ്ങൾ ഒരിക്കലും യേശുവിൻ്റെ നിലവിളി അതേ രീതിയിൽ ഇനി നോക്കിക്കാണില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വേദനയുടെ സമയങ്ങളിൽ നിങ്ങൾ ദൈവിക സാന്നിധ്യത്തെ സംശയിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോയിൽ നാം യേശുവിൻ്റെ വാക്കുകൾ പരിശോധിക്കുകയും മറഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ നോക്കിക്കാണുകയും ചെയ്യുകയും ഒരു വലിയ ആത്മീയ പശ്ചാത്തലത്തിൽ കഷ്ടതയുടെ ഉദ്ദേശം പ്രകാശിപ്പിക്കുന്ന ഉൾക്കാഴ്ചകൾ അറിയുകയും ചെയ്യും. എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട് എന്ന വാക്കുകൾ ഒരു ശൂന്യതയിൽ നിന്നുണ്ടായതല്ല. സുവിശേഷ വിവരണങ്ങൾക്കുള്ളിൽ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ക്രൂരമായ മർദ്ദനങ്ങളെ തുടർന്ന് ഇതിനകം തന്നെ ദുർബലനായ യേശു ഇപ്പോൾ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു. ശാരീരിക പീഡനം വേദനാജനകമാണ്. തൊണ്ട വരണ്ടുണങ്ങുന്നത്, പീഡിപ്പിക്കപ്പെട്ട പേശികൾ, കത്തുന്ന ശ്വാസകോശം, ഓരോ ശ്വാസത്തിനും ശ്വാസം മുട്ടുന്നു. എന്നാൽ ഈ ശാരീരിക വേദന എത്രത്തോളം ആഴമേറിയതാണെങ്കിലും കാഴ്ചക്കാർക്ക് അത് കൂടുതൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നു. സുവിശേഷങ്ങളിലെ അടുത്ത സന്ദർഭം നോക്കാം. മത്തായി 27:45 നാം വായിക്കുന്നു, 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. ഇതൊരു സാധാരണ ഗ്രഹണമായിരുന്നില്ല. ഈ അന്ധകാരം ലോകത്തിൻ്റെ പ്രകാശമായ യേശുക്രിസ്തുവിൽ ലോകത്തിൻ്റെ പാപത്തിൻ്റെ ഭാരം ആഴത്തിൽ പതിക്കുന്നതാണ്. ഈ സമയത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു. യെശയ്യാ 53:44 പ്രകാരം പറയുന്നുണ്ട്, അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. കുരിശിൽ ഈ പ്രവചനം വേദനാജനകമായ യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. യേശുവിൻ്റെ ശാരീരിക ക്ലേശങ്ങൾ നിഷേധിക്കാനാവാത്തതാണ്. മനുഷ്യവർഗം മുഴുവനായും അതിൻ്റെ സൃഷ്ടാവിനെതിരായി നടത്തിയ മത്സരത്തിൻ്റെ പൂർണ്ണമായ ഫലം അവൻ സഹിച്ചു. മാർക്കോസ് 15:35 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്, അടുത്തു നിന്നിരുന്ന ചിലർ അത് കേട്ടു പറഞ്ഞു, ഇതാ അവൻ ഏലിയായെ വിളിക്കുന്നു. അവർ അപ്രകാരം പരിഹസിക്കുന്നു. എന്നാൽ യേശു രക്ഷിക്കാൻ വിളിക്കുന്നില്ല. മിശിഹായുടെ കഷ്ടപ്പാടും ആത്യന്തികമായ ന്യായീകരണവും പ്രവചിക്കുന്ന ഒരു സങ്കീർത്തനമായി ഇതിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ സങ്കീർത്തനം, അതായത് സങ്കീർത്തനം 22, കടുത്ത നിരാശയിൽ തുടങ്ങുന്നു. എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? ഈ സങ്കീർത്തനം അവിടെ അവസാനിക്കുന്നില്ല. യേശുവിൻ്റെ കഷ്ടപ്പാടുകളിൽ പ്രതിഫലിക്കുന്ന ഭയാനകമായ വിശദാംശങ്ങളും വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനവും സങ്കീർത്തകൻ ഉച്ചരിക്കുന്നു. സങ്കീർത്തനം 16:10 പ്രകാരം പറയുന്നു, അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. ഈ സങ്കീർത്തനം ഉദ്ധരിക്കുന്ന യേശു നിരാശയ്ക്ക് കീഴടങ്ങുകയല്ല, മറിച്ച് പാപത്തിൻ്റെ ഞെരുക്കമുള്ള ഭാരം അനുഭവിക്കുമ്പോഴും നമ്മുടെ സ്വന്തം തകർച്ചയിൽ പ്രതിധ്വനിക്കുന്ന ഭാരം പോലെ അത് നമുക്ക് തോന്നിയേക്കാം. അവൻ നമ്മെ ഇരുട്ടിനെ മറികടക്കുന്ന ഒരു സത്യത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു.
യേശു തൻ്റെ വേദനാജനകമായ നിലവിളി ഉച്ചരിച്ചപ്പോൾ അവൻ കേവലം നിരാശാജനകമായൊരു അപേക്ഷയല്ല ഉച്ചരിച്ചത്. 22-ാം സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭവാക്യമായ ഒരു പുരാതന ഗ്രന്ഥവുമായി അദ്ദേഹം തൻ്റെ കഷ്ടപ്പാടുകളെ മനഃപൂർവ്വം ബന്ധിപ്പിക്കുകയായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഈ പ്രത്യേക സങ്കീർത്തനം തിരഞ്ഞെടുത്തത്? സങ്കീർത്തനം 22 വെറുമൊരു വിലാപമായിരുന്നില്ല. റോമൻ സാമ്രാജ്യം ക്രൂശീകരണത്തിൻ്റെ ക്രൂരമായ സമ്പ്രദായം രൂപപ്പെടുത്തുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയ ഒരു പ്രവചനമായിരുന്നു അത്. എന്നിട്ടും സങ്കീർത്തനത്തിനുള്ളിലെ ഈ ഞെട്ടിക്കുന്ന വിവരണങ്ങൾ ശ്രദ്ധിക്കുക. സങ്കീർത്തനം 22, 14 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ. ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ, സന്ധിബന്ധങ്ങൾ ഉലഞ്ഞിരിക്കുന്നു. എൻ്റെ ഹൃദയം മെഴുകുപോലെയായി, എൻ്റെ ഉള്ളിൽ അത് ഉരുകിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ അണ്ണാക്ക് ഓടിൻ്റെ കഷണം പോലെ വരണ്ടിരിക്കുന്നു. എൻ്റെ നാവ് അണ്ണാക്കിലൊട്ടിയിരിക്കുന്നു. അവിടുന്ന് എന്നെ മരണത്തിൻ്റെ പൂഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു. അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു. അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. ഈ വാക്യങ്ങൾ യേശുവിൻ്റെ മരണത്തിൻ്റെ സാഹചര്യങ്ങളുമായി അസാധാരണമായി പൊരുത്തപ്പെടുന്ന ഒരു ചിത്രം വരയ്ക്കുന്നു. തിരുവെഴുത്തുകളുടെ പ്രചോദനത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഈ താരതമ്യം ആകസ്മികമല്ല. 22-ാം സങ്കീർത്തനം ബോധപൂർവം ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞ എല്ലാ വിശദാംശങ്ങളും നിറവേറ്റിക്കൊണ്ട് ദീർഘകാലമായി കാത്തിരുന്ന മിശിഹ എന്ന നിലയിലുള്ള തൻ്റെ പങ്ക് യേശു അടിവരയിടുന്നു. എന്നിരുന്നാലും സങ്കീർത്തനം 22-ന് ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. അത് ശൂന്യമാക്കലോടെ ആരംഭിക്കുന്നു, പക്ഷേ അചഞ്ചലമായ വിശ്വാസത്തിലേക്ക് മാറുന്നു. എൻ്റെ ദൈവമേ, പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിക്കുന്നു, അങ്ങ് കേൾക്കുന്നില്ല. രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല. ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ, അവിടുന്ന് പരിശുദ്ധനാണ്. അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസമർപ്പിച്ചു. അവർ അങ്ങയിൽ ശരണം വച്ചു. അങ്ങ് അവരെ മോചിപ്പിച്ചു. ഈ മാതൃക യേശുവിൻ്റെ സ്വന്തം യാത്രയെ പ്രതിഫലിപ്പിക്കുന്നു. ഗെത്സമനിയിൽ, പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന ലൂക്കാ 22:42 പറഞ്ഞ വചനം പോലെ കുരിശിൽ അവൻ സങ്കീർത്തനം 22-ൻ്റെ നിരാശയുടെ പൂർണ്ണത അനുഭവിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉദ്ധരണി സങ്കീർത്തനത്തിൻ്റെ ആത്യന്തിക പാതയെ എടുത്തു കാട്ടുന്നു. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും ഇരുണ്ട ഘട്ടമായ ക്രൂശീകരണത്തിൽ പോലും തൻ്റെ പോരാട്ടം ഒരു വലിയ രൂപകൽപ്പനയുടെ ഭാഗമാണെന്ന് അദ്ദേഹം കാണിച്ചു തരുന്നു. സങ്കീർത്തനം 22 ദൈവത്തിൻ്റെ വിജയവും ഭാവിയും പ്രഘോഷിച്ചുകൊണ്ട് സമാപിക്കുന്നു. അവിടെ ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ അടുത്തേക്ക് തിരിയുകയും ചെയ്യും. എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കും. സങ്കീർത്തനം 22:27. കുരിശിലെ യേശുവിൻ്റെ നിലവിളി കേവലം ശാരീരിക വേദനയായിരുന്നില്ല. അത് അഗാധമായ ഒരു ആത്മീയ യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. യെശയ്യാ 59:2 ഈ ഉൾക്കാഴ്ച നൽകിയിരുന്നു. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. പാപം നിയമലംഘനം മാത്രമല്ല, സ്രഷ്ടാവും സൃഷ്ടിക്കപ്പെട്ടവനും തമ്മിലുള്ള ബന്ധത്തിലെ അടിസ്ഥാനപരമായ വിള്ളലിനെ അത് പ്രതിനിധീകരിക്കുന്നു. ദൈവവുമായുള്ള ഐക്യത്തിന് വേണ്ടിയാണ് നാം രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്. പാപം ആ പൂർണ്ണമായ രൂപകൽപ്പനയിലേക്ക് ഒരു വിള്ളൽ വീഴ്ത്തുന്നു. അവനേക്കാൾ നമ്മുടെ സ്വന്തം വഴി തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അന്തർലീനമായ ഒരു വേർപിരിയൽ അനുഭവപ്പെടുന്നു. കുരിശിൽ ഈ വേർപിരിയൽ യേശുവിൻ്റെ വ്യക്തിപരമായ പാപത്തെക്കുറിച്ചല്ല. അവൻ പാപരഹിതനായിരുന്നു. പകരം അവൻ ലോകപാപത്തിൻ്റെ കൂട്ടായ ഭാരം ഏറ്റെടുത്തു. മനുഷ്യലോകത്തിൻ്റെ മുഴുവൻ അകൃത്യങ്ങളും ഭൂതകാലവും വർത്തമാനവും ഭാവിയും തൻ്റെ പിതാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ വെളിച്ചം മറച്ചു വെച്ചുകൊണ്ട് ആഴത്തിൽ അവനിൽ തറച്ചു കയറി. അതുകൊണ്ടാണ് അവൻ നിലവിളിച്ചത്. ദൈവവുമായി ബന്ധം നഷ്ടപ്പെടുന്ന അവസ്ഥയുടെ അനുഭവം മനസ്സിലാക്കിയാണത്. യേശു ചെയ്തതുപോലെ പാപത്തിൻ്റെ ശേഖരണം നമുക്ക് നേരിടേണ്ടി വരില്ല. പക്ഷെ തത്വം സത്യമാണ്. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കാൻ നാം തിരഞ്ഞെടുക്കുമ്പോൾ ആ പുരാതന സംഭവത്തെ നാം പ്രതിധ്വനിപ്പിക്കുന്നു. നമുക്കും ദൈവത്തിനുമിടയിൽ എന്തോ ശരിയല്ലെന്ന കുറ്റബോധമോ നാണക്കേടോ അലോസരമോ ആയി ഇത് പ്രകടമാകാം. പാപത്തിന് അനന്തരഫലങ്ങളുണ്ടെന്ന് യേശുവിൻ്റെ നിലവിളി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ടും
ഇവിടെയാണ് കഥയ്ക്ക് ആഴത്തിലുള്ള വഴിത്തിരിവ് ലഭിക്കുന്നത്. ദൈവശാസ്ത്രത്തിൽ പാപത്തിൻ്റെ ശിക്ഷ വഹിക്കുന്ന യേശുവിൻ്റെ ഈ പ്രവൃത്തിയെ പ്രായശ്ചിത്തം എന്ന് വിളിക്കുന്നു. കുരിശിലെ ആ ത്യാഗം കൊണ്ട് ഒരു ബന്ധത്തിൻ്റെ പുനഃസ്ഥാപനമാണ് സാധ്യമായത്. പക്ഷേ അതെങ്ങനെയാണ്? ഇപ്രകാരം ചിന്തിക്കുക. പാപം നമുക്ക് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത കടം സൃഷ്ടിക്കുന്നു. അതിൻ്റെ അനന്തരഫലം തികഞ്ഞ ദൈവീക നീതിയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുള്ള വേർപിരിയലാണ്. എന്നാൽ കുരിശിലൊരു അഗാധമായ കൈമാറ്റം നടന്നു. 2 കൊറിന്തോസ് 5:21 പറഞ്ഞിരിക്കുന്നത് പോലെ, എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ഉപേക്ഷിക്കപ്പെട്ടത് എന്ന വാക്ക് ഈ കൈമാറ്റത്തിൻ്റെ ഹൃദയഭേദകമായ യാഥാർത്ഥ്യത്തെ അറിയിക്കുന്നു. പൂർണ്ണമായ ഐക്യം എന്നേക്കുമായി അറിഞ്ഞിരുന്ന പിതാവിൽ നിന്ന് ഛേദിക്കപ്പെടുന്നതിൻ്റെ മുഴുവൻ ആഘാതവും യേശു വഹിച്ചു. അത് കേവലം അസൗകര്യമായിരുന്നില്ല. പാപം സൃഷ്ടിച്ച അഗാധതയെ മറികടക്കാൻ മനസ്സോടെ ഏറ്റെടുത്ത ആത്മീയ മരണത്തിൻ്റെ കടുത്ത ഭാരമായിരുന്നു. നീതിയും സ്നേഹവുമുള്ള ഒരു ദൈവത്തിന് നമ്മുടെ ശിക്ഷ താങ്ങാനുള്ള ഒരു പകരക്കാരനെ നൽകാൻ കഴിയുമെന്ന ആശയം നാം എത്ര ആഴത്തിൽ സ്നേഹിക്കപ്പെടുന്നുവെന്നും ദൈവം പാപത്തെ എത്ര ഗൗരവത്തോടെ കാണുന്നുവെന്നും വെളിപ്പെടുത്തുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട് എന്ന യേശുവിൻ്റെ നിലവിളി ആത്യന്തിക പരാജയത്തിൻ്റെ ഒരു നിമിഷത്തെ സൂചിപ്പിക്കുന്നതായി തോന്നിയേക്കാം. എന്നാൽ മുഴുവൻ കഥയും മനസ്സിലാക്കാൻ നമുക്ക് വിശാലമായ ചിന്ത ആവശ്യമാണ്. പാപം, അതിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ രൂപകൽപ്പനയ്ക്കെതിരായ മത്സരമാണ്. ഐക്യത്തിന് വേണ്ടിയുള്ള അവൻ്റെ തികഞ്ഞ പദ്ധതിയെ അത് താൽക്കാലികമായി തടസ്സപ്പെടുത്തുന്നു. കുരിശിൽ ആ പ്രാപഞ്ചിക ആക്രമണത്തിൻ്റെ മുഴുവൻ ഭാരവും യേശു അനുഭവിച്ചു. അവൻ്റെ നിലവിളി അനീതിയിലും കഷ്ടപ്പാടിലും തകർന്നതായി അനുഭവപ്പെട്ട എണ്ണമറ്റ വ്യക്തികളുടെ നിരാശയെ പ്രതിധ്വനിപ്പിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ കഥ കുരിശിൽ അവസാനിക്കുന്നില്ല. വേദനയോടെ തുടങ്ങുന്ന സങ്കീർത്തനം സ്തുതിച്ചുകൊണ്ട് അവസാനിക്കുന്നു. സങ്കീർത്തനം 22, 30, 31 വാക്യങ്ങൾ. പുരുഷാന്തരങ്ങൾ അവിടുത്തെ സേവിക്കും. അവർ ഭാവി തലമുറയോട് കർത്താവിനെ പറ്റി പറയും. ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തന്നത് എന്നവർ ഉദ്ഘോഷിക്കും. ഇപ്രകാരം പറഞ്ഞതുപോലെ വേദനയോടെ തുടങ്ങുന്ന സങ്കീർത്തനം സ്തുതിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. ആമേൻ.